ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദം പൊറോട്ടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പൊറോട്ടയും ബീഫും ഇഷ്ടമില്ലാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബീഫ് കറി വെച്ചതുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ബീഫ് വരട്ടിയെടുക്കുന്നത് അതുപോലെ വരട്ടിയെടുക്കാം. ബീഫോ ചിക്കനോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ബ്രൗൺ കളറാക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ച് ഓയിലങ്ങ് മാറ്റിയിട്ട് വീണ്ടും ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ബീഫ് കറി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തട്ടിക്കൂട്ട് ബീഫ് വരട്ടിയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. അതിനിടയിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി മെയിനായിട്ട് നമുക്ക് പൊറോട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതോ എടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു റെസിപ്പിക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു മൺചട്ടിയാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഇതേപോലെ ഒരു വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ബീഫ് വരട്ടിയത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ഒരു ലെയർ പൊറോട്ട വെച്ചിട്ടും കുറച്ച് ബീഫ് വരട്ടിയത് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ലെയർ പൊറോട്ട ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 പൊറോട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും മുകളിലത്തെ പൊറോട്ടൻ്റെ മുകളിലും കുറച്ച് വരട്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ബാക്കിയുള്ള സവാളയും പിന്നെ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ചിക്കൻ പൊരിച്ചതിൻ്റെ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടും വെച്ച് കൊടുക്കാം. ഇനി ഒരു വാഴയില വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂടാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയൊക്കെ കരിഞ്ഞു പോവും. അങ്ങനെ ഇതിവിടെ ദം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കൂടെ തന്നെ ആ വാഴയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി പൊറോട്ടയും ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.